ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോളിസ്റ്റിക് ആൻഡ് ദിസ് ഇസ് മീ ആൻഡ് മറിയ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ്. യു വിൽ ഹാവ് എ വണ്ടർഫുൾ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ് ടു ഹൂം യു ക്യാൻ ഷെയർ വാട്ട് എവർ യു വോണ്ട്. ആം എ റൈറ്റ്? സത്യമായിട്ടുള്ള കാര്യമില്ലേ, നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഫ്രണ്ട് കാണുമല്ലോ, നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമുക്ക് കാണും. അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഫൈൻഡ് ഔട്ട് എ ഫ്രണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റുന്ന, എന്ത് കുഞ്ഞു വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ലൈഫ് ഈസ് വെരി ഷോർട്ട്. വി ഹാവ് ടു ബി ഹാപ്പി. വി ഹാവ് ടു ഫൈൻഡ് ഗുഡ് സോൾസ്. ഓൾ ദീസ് തിങ്സ് ഷുഡ് ഹാപ്പൻ ഇൻ ആ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും വലിയ അസറ്റായിട്ടുള്ളത് നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് ഇൻ ലൈഫ്. ബെസ്റ്റ് ഫ്രണ്ടിനെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. യു ഷുഡ് ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ലൈഫ് കളർഫുൾ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ ഫൗണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ 2020 ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നത്. ആ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. ഐ യൂസ് ടു ഷെയർ എവറിത്തിങ് ടു ഹിം. എനിക്കൊരു കൊച്ചു കാര്യം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ എനിക്കത് അസിസ്റ്റൻ്റെ അടുത്ത് പറയണം. എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഭയങ്കര ഒരു സഫോക്കേഷനാണ്. എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയതിനു ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ലൈഫിലുണ്ടാകണം. ഇറ്റ് ക്യാൻ ബി യുവർ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം. യുവർ ബെസ്റ്റ് ഫ്രണ്ട് ക്യാൻ ബി യുവർ മദർ, ഫാദർ, ഹൂഎവർ ഇറ്റ് മേ ബി. അപ്പോൾ എൻ്റെ ലൈഫിലെ ചേഞ്ചിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. എന്നെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ ഒരാളുടെ അടുത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ആ സപ്പോർട്ട് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ. അങ്ങനെ ഒരാളായിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ കണ്ണും അടച്ച് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പുള്ളി എന്നിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും എൻ്റെ ലൈഫ് ഇത്ര കളർഫുൾ ആക്കാനായിട്ട് എന്നെ എൻ്റെ ലൈഫിൽ സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, ആ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യാൻ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ ഗിവ് മീ എ ടോപ്പിക് ടു ടോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് പറഞ്ഞു തന്നു. യു ഷുഡ് ഡു ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ നമുക്കൊരാളുള്ളത് എപ്പോഴും ഒരു ഭാഗ്യമാണ്. നമ്മുടെ കൂടെ നമ്മളുടെ നിഴലായ ഒരാൾ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. പിന്നെ നമുക്കങ്ങനെ ഒരാളില്ലാതെ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആയി പോവുകയും നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്കപ്പോൾ എല്ലാവരും പറയും നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലോട്ട് വന്നത്, ഒറ്റയ്ക്കാണ് പോകുന്നത്. പക്ഷേ ഈ ലോകത്ത് ഉള്ളിടത്തോളം കാലം നമുക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഒരാളുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഫീലിംഗ് ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്.